റീഅറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഒരു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കി. ഇനി രണ്ടാമത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അപ്പോൾ റീഅറേഞ്ച്മെന്റ് രണ്ട് ഫോം ഉണ്ട്. ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ആ ഭാഗം ആണ്. അതായത് ആദ്യം നമ്മൾ ഗ്രോസ് സെയിലിൽ നിന്ന് റിട്ടേൺസ് കുറച്ച് നെറ്റ് സെയിലുകൾ അങ്ങനെ ആ രൂപത്തിലുള്ളത്. രണ്ടാമത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കമ്പനി തയ്യാറാക്കിയിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് ആ ഐറ്റംസ് റീഅറേഞ്ച്മെന്റുകൾ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പോൾ അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ഐറ്റംസും അവിടെ വരില്ല. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് ആ ഐറ്റംസ് ആണ് ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഭാഗമായി റീഅറേഞ്ച്മെന്റുകൾ ചെയ്യുന്നത് എങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേര് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നാണ്. ഇതിൽ നമുക്ക് അറിയാം സാധാരണ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡും ഉണ്ടായിരിക്കും അസറ്റ് സൈഡും ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ല എഴുതുന്നത്. അതിന് പകരം വേറൊരു പേരാണ് എഴുതുന്നത്. ഇവിടെ ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നാണ് ആദ്യത്തെ ഹെഡിങ് പറയാം. രണ്ടാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ആദ്യത്തെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോൾ ലാബിലിറ്റി സൈഡിൽ ഉള്ള ഓരോ ഐറ്റംസും നമ്മൾ എഴുതുന്ന ഹെഡാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. അസറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് ആ ഐറ്റംസ് എഴുതുന്ന ഹെഡിനെ പറയുന്ന പേര് എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ്. ഈ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നാണ് എഴുതുന്നത്. ഞാൻ പറഞ്ഞു ലാബിലിറ്റി സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് അവിടെ എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് ഏതൊക്കെ ഈ ഐറ്റംസ് ഉള്ള ഏതോ ഐറ്റവും ആകാം. ലാബിലിറ്റി സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എഴുതും. ഷെയർ ക്യാപിറ്റൽ ആകാം, ഡിബഞ്ചേഴ്സ് ആകാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകാം, ജനറൽ റിസർവ്സ് അക്കൗണ്ട് ആകാം. ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് തന്നത് എങ്കിൽ അത് ഓരോന്നും നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു. അതിന്റെ ടോട്ടൽ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുന്നു. എന്നിട്ട് അതിന്റെ ടോട്ടലും എടുക്കും. ആ ടോട്ടൽ എമൗണ്ട് ആണ് ക്യാപിറ്റൽ എംപ്ലോയ്മെന്റിന്റെ എംപ്ലോയ്ഡ് എന്ന് പറയുന്ന ആ ഹെഡിന്റെ ഏറ്റവും ആദ്യത്തെ ടോട്ടലായിട്ട് കണക്കാക്കുക. ഒരു പ്രധാനപ്പെട്ട ടോട്ടലാണ്, മെയിൻ ടോട്ടൽ ആണ്. ലാബിലിറ്റി സൈഡിലെ ടോട്ടൽ ആണ് അതിന് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പോർഷനിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഷെയർ ക്യാപിറ്റൽ ആകാം, ഡിബഞ്ചേഴ്സ് ആകാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകാം, ജനറൽ റിസർവ്സ് അക്കൗണ്ടുകളാകാം. അത് ഓരോന്നും എഴുതി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അവിടെ താഴെ 2 വരെ എഴുതുന്നു. ആ സൈഡിലെ ടോട്ടൽ ആയിട്ട് നമ്മളത് കണക്കാക്കുന്നു. ഇനി രണ്ടാമത്തെ ഹെഡിലേക്ക് പോകുമ്പോൾ അവിടെ എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് എഴുതുന്നത്. എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന അസറ്റുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഈ പറയുന്ന 3 ഹെഡാണ് നമ്മൾ പ്രധാനമായും എഴുതുക. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഹെഡ് ഉണ്ടായിരിക്കും, കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡ്, കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡ്. 3 ഹെഡുകളാണ് പ്രധാനമായും ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയും. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗുഡ് വില്ല് ആകാം, അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ആകാം, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ആകാം. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സഡ് അസറ്റിൽ എഴുതും. ഗുഡ് വില്ല് എമൗണ്ടുകളും ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ പറയുന്ന ഐറ്റംസ് ആണ് നമ്മൾ പ്രധാനമായും ഇവിടെ എഴുതുക. ഇനി അടുത്ത ഹെഡ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഈ ഫിക്സഡ് അസറ്റുകൾ ഓരോന്നും എഴുതി അതിന്റെ ടോട്ടൽ എഴുതും. ടോട്ടൽ എമൗണ്ട് നമ്മൾ എഴുതും. ഇനി ഇവിടെ കറണ്ട് അസറ്റ് എന്ന് നമ്മൾ എഴുതുന്നു. കറണ്ട് അസറ്റ് നമുക്ക് അറിയുന്നതാണ്. കറണ്ട് അസറ്റ് ആയിട്ട് കണക്കാക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡ് ആകാം, ക്യാഷ് ഇൻ ബാങ്ക് ആകാം, സൺട്രി ഡെറ്റേഴ്സ് ആകാം, ബിൽ റിസീവബിൾസ് ആകാം. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എഴുതാം. ഏതൊക്കെയാണ് സൺട്രി കറണ്ട് അസറ്റുകൾ ഉള്ളത് ഈ പറയുന്ന ഓരോ ഐറ്റവും എഴുതി അതിന്റെ ടോട്ടൽ എഴുതി മാറ്റുക. എന്നിട്ട് അടുത്ത ഹെഡിലേക്ക് പോകുക. ആ ഹെഡിങ് എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. കറണ്ട് ലാബിലിറ്റീസിൽ വന്നിരിക്കുന്ന ഓരോ ഐറ്റവും അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസുകൾ ആകാം, ബിൽ പേയബിൾസ് ആകാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുകളാകാം. ഈ പറയുന്ന ഐറ്റംസ് ഓരോന്നും എഴുതുന്നു. അതിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് അസറ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ നമ്മൾ എഴുതുന്നു. കറണ്ട് ലാബിലിറ്റീസിന്റെ ടോട്ടൽ നമ്മൾ എഴുതും. എന്നിട്ട് അതിന് താഴെ ഒരു ഹെഡിങ് എഴുതും. അതായത് താഴെയായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റിന് എന്ത് ടോട്ടലാണ് കിട്ടിയിരിക്കുന്നത് ആ ടോട്ടലിൽ നിന്ന് കറണ്ട് ലാബിലിറ്റീസിന്റെ ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് എമൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത് ആ എമൗണ്ടിന് പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് മൊത്തത്തിൽ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റിന്റെ ടോട്ടൽ ഉണ്ടായിരിക്കും, അതേപോലെ ബുക്കിംഗ് ക്യാപിറ്റലിന്റെ ടോട്ടലും ഉണ്ടായിരിക്കും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും.
ആ എമൗണ്ട് ആയിരിക്കും ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടുമായിട്ട് ഈക്വൽ ആയിട്ട് വരണം. കാരണം ഇത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആകണം. ഇവിടെയാണ് എങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എമൗണ്ടും എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എമൗണ്ടും അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോൾ അതാണ് ഇതിന്റെ റീ അറേഞ്ച്മെന്റ് ഫോം. അപ്പൊ ഇവിടെ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ, ബാക്കിയൊന്നും വരില്ല. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എല്ലാം എന്തൊക്കെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിരിക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ ആകാം, ഡിബഞ്ചേഴ്സ് ആകാം, എന്താ പറയുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകാം. ഈ ഐറ്റംസ് ഒക്കെ എഴുതി ടോട്ടൽ എമൗണ്ട് നമ്മൾ മാറ്റി, അത് മെയിൻ ടോട്ടൽ ആണ് അവിടെ മാറ്റി വെക്കാം. ഇനി എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റലിൽ 3 ഹെഡാണ് വരുന്നത്. ഫിക്സഡ് അസറ്റിന്റെ ഹെഡുകൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതുന്നു, അതിന്റെ ടോട്ടൽ നമ്മൾ മാറ്റി എഴുതുന്നു. അത് വേറെ നമ്മൾ അവസാനം കൂട്ടുന്നതാണ്. പിന്നെ കറണ്ട് അസറ്റ്സ് ഉള്ള ഓരോ ഐറ്റവും, കറണ്ട് അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡുകൾ ആകാം, അതേപോലെ തന്നെ ബിൽ റിസീവബിൾ ആകാം, സെൻട്രി ഡെറ്റേഴ്സ് ആകാം. ഈ പറയുന്ന ക്യാഷ് ഇൻ ഹാൻഡിൽ ഉൾപ്പെടുന്ന ഓരോ ഐറ്റംസും നമ്മൾ എഴുതുക, ആ എമൗണ്ട് ഇങ്ങോട്ട് മാറ്റുക. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ആണ് ഉള്ളത്. കറണ്ട് ലയബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അതേപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽ പേയബിൾ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി ടോട്ടൽ ചെയ്യുന്നു. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതുമ്പോൾ ഇവിടെ ഈ കറണ്ട് അസറ്റിന് എന്ത് ടോട്ടലാണ് കിട്ടിയത്, അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസിന് എന്ത് ടോട്ടൽ കിട്ടി, അത് ലെസ് ചെയ്യുമ്പോൾ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഒന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ എന്ത് എമൗണ്ട് ആണ് കിട്ടിയത് ആ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ആ എമൗണ്ട് ഫിക്സഡ് അസറ്റിൽ വന്നിരിക്കുന്ന എമൗണ്ട് കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത് എല്ലാം കൂടിയല്ല ആഡ് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റിൽ വന്നിരിക്കുന്ന എമൗണ്ടും വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നിരിക്കുന്ന എമൗണ്ട് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ആ എമൗണ്ട് ഇവിടെ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടുമായിട്ട് ഈക്വൽ ആയിട്ട് മാറും. ഈ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ നമുക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്, ആ പറയുന്ന ഓരോ ഐറ്റംസും നമ്മൾ നേരത്തെ പഠിച്ച റീഅറേഞ്ച്മെന്റ് ഫോമിലേക്ക് മാറ്റുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തയ്യാറാക്കുക. അതിന് ഈ പറയുന്ന ഫോർമാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതെല്ലാം ചെയ്തു വരുമ്പോൾ ഇതേപോലെ 2 സൈഡും, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും, ഇവിടെ അസറ്റ് എന്നല്ല പറയുന്നത്, ക്യാപിറ്റൽ എംപ്ലോയിഡും എംപ്ലോയ്മെന്റ് ഓഫ് ക്യാപിറ്റലും അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഫിനാൻഷ്യൽ ഡേറ്റാസ് റീഅറേഞ്ച്മെന്റുകൾ ചെയ്യുമ്പോൾ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ്, അതായത് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റും രണ്ടാമത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്.